പിന്നെ നമുക്ക് ആഘോഷങ്ങളാണ് പിന്നെ അത് വരുന്നത്. അപ്പം മതബോധനം മുടക്കി അങ്ങനെ ആഘോഷങ്ങൾക്ക് പോണ കാര്യമില്ല. ഇത് കഴിഞ്ഞിട്ട് അതിന് ശേഷമാണ് പരിപാടികൾക്കൊക്കെ പ്രാധാന്യം ഫസ്റ്റ് കൊടുക്കുന്നത്. അതിനുശേഷമാണ് മറ്റുള്ള കല്യാണം ആയാലും ഇതായാലും ഞങ്ങൾ പോകാറുള്ളൂ. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ദിവ്യബലി, അതുപോലെ കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല. ദിവ്യബലിക്ക് പരമാവധി ദിവസങ്ങൾ പോകാറുണ്ട്. പിന്നെ മാസത്തിലൊരിക്കലും ഇവർക്ക് പോകാൻ പറ്റില്ലെങ്കിൽ ഞാൻ തന്നെ ഒരു മാസത്തിൽ പ്രാവശ്യം കോട്ടയിലോ അവിടെ ധ്യാനത്തിൽ പോകാറുണ്ട്. ശനിയാഴ്ച ദിവസങ്ങൾ ഞാൻ പോകാറുണ്ട്. പിന്നെ അതുപോലെ തന്നെ കൊല്ലത്തിൽ പ്രാവശ്യം ഒരു താമസിച്ചുള്ളൊരു ധ്യാനം ഞങ്ങളെല്ലാവരും ഫാമിലി ആയിട്ട് പോകാറുണ്ട്. പിന്നെ വർഷത്തിൽ ഞങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം കുട്ടികളുടെ ഇപ്പോൾ വെക്കേഷൻ ടൈമാണ് കൂടുതലായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കാറ്. അപ്പോൾ താമസിച്ചുള്ള ധ്യാനത്തിന് പങ്കെടുക്കും. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ പോട്ട, ഡിവൈൻ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ ദിവസങ്ങളിൽ മുടക്കുള്ള ദിവസങ്ങളിലൊക്കെ ഒരുവിധം പോകാറുണ്ട്. കാലത്ത് സ്കൂളിൽ പോണ നേരത്ത് നമുക്ക് കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. പോകുമ്പോഴേക്കും എല്ലാം ഇതാവണം. അമ്മച്ചിയുടെ കാര്യങ്ങൾ കുഴപ്പമില്ല, അത്യാവശ്യം ആൾ തന്നെ ചെയ്തോളും. പിന്നെ നമ്മൾ നേരത്തിന് ഭക്ഷണം ഇതൊക്കെ റെഡിയാക്കി വെക്കണ ഇതുള്ളൂ. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ശാന്തമാണ്. മൊത്തത്തിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാനുള്ള സമയമൊക്കെ നമുക്ക് കിട്ടും. പ്രാർത്ഥന നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ കുർബാനയിൽ പങ്കെടുക്കാറുണ്ട്. പിന്നെ പള്ളിയിലെ സംബന്ധമായ കാര്യങ്ങളും പിന്നെ യൂണിറ്റ് പരമായ കാര്യങ്ങളെല്ലാം സംബന്ധിക്കാറുണ്ട്. പിന്നെ വചനം വായിക്കാറുണ്ട്. പിന്നെ രാത്രി ഞങ്ങൾ ഒരുമിച്ചിരുന്ന് കുടുംബ പ്രാർത്ഥന